ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ജോ. ക്രിപ്റ്റോ കറൻസിയുടെ ബേസിക് ക്ലാസ്സുകളാണ് ഞാൻ കഴിഞ്ഞ കുറച്ച് വീഡിയോകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇത് 5ാമത്തെ പാർട്ടാണ്. കഴിഞ്ഞ വീഡിയോകളൊന്നും കാണാത്തവർ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ പ്ലേലിസ്റ്റിന്റെ രൂപത്തിൽ ഞാൻ ആ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. അതിൽ കയറി ആ ക്ലാസ്സുകൾ കാണുക. അത് കണ്ടതിന് ശേഷം മാത്രം ഈ 5ാമത്തെ പാർട്ട് കാണുക. ഇന്നത്തെ ഈ പാർട്ടിൽ ഞാൻ എക്സ്ചേഞ്ചുകൾ എന്താണെന്നും എക്സ്ചേഞ്ചുകൾ എന്തിനുണ്ടാക്കിയിരിക്കുന്നെന്നും എക്സ്ചേഞ്ചുകൾ ക്രിപ്റ്റോ കറൻസിയിൽ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നുമൊക്കെയാണ് ഞാനിത് പറഞ്ഞിരുന്നത്. അതുപോലെ നല്ല എക്സ്ചേഞ്ചുകൾ ഏതൊക്കെയാണ് എന്ന് നിലവിലുള്ളത് അതും ഞാനത് പറഞ്ഞു തരുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആൾട്ട് കോയിനെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചു. എക്സ്ചേഞ്ചുകൾ നമുക്ക് വളരെ ആവശ്യമുള്ള ഒരു ഭാഗമാണ് ക്രിപ്റ്റോ കറൻസി ട്രേഡിങ്ങിൽ. എക്സ്ചേഞ്ചുകൾ ഇല്ലാതെ നമുക്ക് ക്രിപ്റ്റോസ് വാങ്ങിക്കാൻ പറ്റുകയില്ല. അതിന് ഇന്ത്യൻ കറൻസിയിലായിരുന്നാലും ഡോളറിലായിരുന്നാലും നമുക്ക് എക്സ്ചേഞ്ചുകളില്ലാതെ ക്രിപ്റ്റോ കറൻസികൾ വാങ്ങിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇത് ഫ്രീ കോഴ്സാണ്. കോഴ്സ് ആദ്യം മുതൽ കാണുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എന്താണ് ഒരു എക്സ്ചേഞ്ച്, അല്ലെങ്കിൽ എക്സ്ചേഞ്ചുകൾ എന്താണ്? ക്രിപ്റ്റോ കറൻസിയിലായിരുന്നാലും നമുക്ക് ട്രേഡ് മാർക്കറ്റിലായിരുന്നാലും നമുക്ക് എക്സ്ചേഞ്ചുകൾ നമുക്ക് കേട്ടിട്ടുണ്ട്. എക്സ്ചേഞ്ചുകൾ എന്നുള്ള പദം. എക്സ്ചേഞ്ചുകൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമുക്ക് ക്രിപ്റ്റോ കറൻസികൾ വാങ്ങിക്കുവാനും വിൽക്കാനും സാധിക്കുന്ന ഒരു സ്ഥലം, അതിനെയാണ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അതിന് ലോക്കൽ കറൻസിയിലായിരുന്നാലും അല്ലാതെ ഫോറിൻ കറൻസിയിലായിരുന്നാലും നമുക്ക് ഇതിലൂടെയാണ് നമുക്ക് ക്രിപ്റ്റോ കറൻസികൾ വാങ്ങിക്കാൻ സാധിക്കുന്നത്. അതിനെയാണ് എക്സ്ചേഞ്ചുകൾ എന്ന് പറയുന്നത്. എക്സ്ചേഞ്ചുകളുടെ ബേസിക് ആയിട്ട് രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഒന്നാമത്തത് ഫിയറ്റ് ടു ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളാണ്. ഫിയറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും പേടിക്കേണ്ട. ഫിയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് ഇറക്കുന്ന കറൻസികളെയാണ് ഫിയറ്റ് കറൻസികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫിയറ്റ് ടു ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളാണ് ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ക്രിപ്റ്റോ എന്നുള്ള ഈ മേഖലയിൽ ആദ്യമായിട്ടാണ്, ക്രിപ്റ്റോ കറൻസി മേഖലയിൽ ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇന്ത്യൻ റുപ്പീസ് ആയിരിക്കും ഇരിക്കുന്നത്. അത് വെച്ച് നിങ്ങൾക്ക് ക്രിപ്റ്റോസ് മേടിക്കണം. അതിനെയാണ് ഫിയറ്റ് കറൻസി ടു. അത് മേടിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളെയാണ് ഇത്തരം ഫിയറ്റ് ടു ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, നമ്മളെ ഇന്ത്യൻ റുപ്പീസ് ടു ക്രിപ്റ്റോ. ഇന്ത്യൻ റുപ്പി കൊണ്ട് നമുക്ക് ബിറ്റ് കോയിൻ മേടിക്കാം, എതേറിയം മേടിക്കാം, ടെഥർ മേടിക്കാം. അതുപോലുള്ള പല പല ക്രിപ്റ്റോ കറൻസികൾ, 50,000-ലധികം ക്രിപ്റ്റോ കറൻസികൾ ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള 9,000-ൽ പരം ക്രിപ്റ്റോകളെ നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന ധനം വെച്ച് മേടിക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ടൈപ്പ്, രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ക്രിപ്റ്റോ ടു ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾ എന്ന് പറയുന്ന ഒരു തരം എക്സ്ചേഞ്ചുകളാണ്. അതായത് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരു ബിറ്റ് കോയിനോ എതേറിയമോ ഒക്കെ ഉണ്ട്, ഒരു തരം ക്രിപ്റ്റോ കറൻസി നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് കരുതുക. ആ ക്രിപ്റ്റോ കറൻസി കൊടുത്തിട്ട് മറ്റൊരു തരം ക്രിപ്റ്റോ കറൻസി മേടിക്കാം നമുക്ക്. അതായത് ഇപ്പം എൻ്റെ കയ്യിൽ ബിറ്റ് കോയിൻ ഉണ്ട്, എനിക്കത് വെച്ച് മൊനേറയോ എതേറിയമോ ടെഥറോ ഒക്കെ മേടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരം എക്സ്ചേഞ്ചുകളാണ് ക്രിപ്റ്റോ ടു ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ബേസിക് ടൈപ്പ് ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഫിയറ്റ് ടു ക്രിപ്റ്റോ എക്സ്ചേഞ്ചും ക്രിപ്റ്റോ ടു ക്രിപ്റ്റോ എക്സ്ചേഞ്ചും. ഇതിപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് ബേസിക് ആയിട്ടുള്ള ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളെ കുറിച്ചാണ്. ബേസിക് ആയിട്ട് രണ്ട് തരം ആയിട്ട് നമ്മൾ കണക്ക് കൂട്ടിയാണ് പഠിച്ചത്. ഇനി നമുക്ക് ഇതിന്റെ പ്ലാറ്റ്ഫോമുകളുടെ ബേസിസിൽ നമുക്ക് എത്ര തരം ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളായിട്ട് നമുക്ക് തിരിക്കാമെന്ന് നോക്കാം. ഒന്നാമത് സെൻട്രലൈസ്ഡ് ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ആണ്, CEX എന്ന് നമുക്ക് പറയാം. സെൻട്രലൈസ്ഡ് ക്രിപ്റ്റോ എക്സ്ചേഞ്ച് എന്ന് വെച്ചാൽ ഒരു തരം എക്സ്ചേഞ്ചുകൾ, അത് പ്രൈവറ്റ് ആളുകളുടെ കയ്യിൽ ആയിരിക്കും അതിന്റെ നിയന്ത്രണം മുഴുവൻ. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ബിനാൻസോ, സെപ്പയോ, കോയിൻ സ്വിച്ച് കുബേറോ ഒക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതിനാണ് സെൻട്രലൈസ്ഡ് ക്രിപ്റ്റോ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അവരായിരിക്കും അതിന്റെ പൂർണ്ണ നിയന്ത്രണം. പ്രൈവറ്റ് കമ്പനികളായിരിക്കും അതിന്റെ പൂർണ്ണ നിയന്ത്രണം. പ്രൈവറ്റ് കമ്പനികളുടെ കയ്യിലായിരിക്കും ഈ ഒരു എക്സ്ചേഞ്ച് മുഴുവനായി നിൽക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ബിനാൻസോ, ബിറ്റ്നെക്സോ, സെപ്പയോ ഒക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമതായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് ഡീസെൻട്രലൈസ്ഡ് ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾ അഥവാ DEX എന്ന് പറയുന്ന തരം എക്സ്ചേഞ്ചുകളെയാണ്. ഇതൊരു പുതിയ ഫോർമാറ്റിൽ രൂപം കൊണ്ട ഒരു എക്സ്ചേഞ്ച് ആണ്. ഇത് ഒരു ഡീസെൻട്രലൈസ്ഡ്, നമ്മുടെ ബിറ്റ് കോയിൻ ടെക്നോളജി പോലെ തന്നെ ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ആണ്. ഇത് കമ്പനികൾ ഓൺ ചെയ്യുന്നില്ല, പകരം ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ട് അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു രൂപത്തിലേക്കാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇത് മുഴുവനായിട്ട് ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റം ആയിരിക്കും. ബിനാൻസും ഈയിടെയായിട്ട് ബിനാൻസ് DEX എന്ന് പറഞ്ഞിട്ട് ഡീസെൻട്രലൈസ്ഡ് ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ച് കൊണ്ടുവന്നിരുന്നു. അതുപോലെ ഇതർ ഡെൽറ്റ ഉണ്ട്, ഐഡെക്സ് ഉണ്ട്. ഇതെല്ലാം ഡീസെൻട്രലൈസ്ഡ് ക്രിപ്റ്റോ എക്സ്ചേഞ്ചിന്റെ രൂപത്തിലുള്ള എക്സ്ചേഞ്ചുകളാണ്. ഇനി അടുത്ത ഒരു ടൈപ്പ് എന്ന് പറയുന്നത്, മൂന്നാമത്തെ ടൈപ്പ്, പിയർ ടു പിയർ എക്സ്ചേഞ്ചുകൾ എന്ന് പറയും, അല്ലെങ്കിൽ എസ്ക്രോ എക്സ്ചേഞ്ചുകൾ എന്നും നമുക്ക് ഇതിനെ പറയാം. ഇവിടെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, നിങ്ങളുടെ കയ്യിൽ റുപ്പീസ് ഉണ്ട്, ഇന്ത്യൻ റുപ്പീസ് ഉണ്ടെന്ന് കരുതുക. നിങ്ങൾക്ക് ബിറ്റ് കോയിൻ വാങ്ങിക്കുവാനും ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഈ പിയർ ടു പിയർ എക്സ്ചേഞ്ചുകളിലേക്ക്
പോയിട്ട് മേടിക്കാനായിട്ട് ശ്രമം നടത്തും. അതായത് വസീറിക്സ് പോലുള്ള പ്ലാറ്റ്ഫോമുകളാണ് പിയർ ടു പിയർ എക്സ്ചേഞ്ചുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ബൈയിങ് ക്വാണ്ടിറ്റിയും ഒക്കെ ലിസ്റ്റ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് ഒരു 0.1 ബിറ്റ് കോയിൻ മേടിക്കണമെന്ന് കരുതുക. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വസീറിക്സ് ഈ ബിറ്റ് കോയിൻ മേടിക്കുന്നു. അപ്പോൾ അതിൽ തന്നെ ഒരു സെല്ലറും ഉണ്ടാവും, വസീറിക്സിൽ തന്നെ ഒരു സെല്ലറും ഉണ്ടാവും. അവരും വസീറിക്സിന്റെ തന്നെ ഒരു കസ്റ്റമറും ആയിരിക്കും. അവർ സെയിൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും, നിങ്ങൾ വാങ്ങിക്കുവാനായിട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ഇതില് എക്സ്ചേഞ്ചുകൾ സ്വന്തമായി പൈസ അവർ കൈവശം വയ്ക്കാറില്ല. എക്സ്ചേഞ്ചുകളുമായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് യഥാർത്ഥത്തിൽ ലിങ്ക് ആവുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ മേടിക്കുന്ന കാശ് ഡയറക്റ്റ് ആയിട്ട് പിയർ എന്ന് പറയുന്ന നമ്മളുടെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഈ വസീറിക്സിന്റെ ഒരു കസ്റ്റമറിന് ഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ബാങ്ക് ത്രൂ. അതുപോലെ അവരും ആ വിൽക്കുന്ന ആള് ഒരു കൺഫർമേഷൻ തരേണ്ടതായിട്ടുണ്ട്. ഈ സിസ്റ്റം എന്ന് പറയുന്നത് കസ്റ്റമർ ടു കസ്റ്റമർ സിസ്റ്റമാണ്. ഇത് പൂർണ്ണമായും ഒരു കസ്റ്റമർ ടു കസ്റ്റമർ സിസ്റ്റമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഗ്ലോബലി ആയിട്ട് ലോക്കൽ ബിറ്റ് കോയിൻസ് എന്ന് പറയുന്ന ഒരു നല്ലൊരു എക്സ്ചേഞ്ച് ഉണ്ട്. ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് വസീറിക്സ് തന്നെ ഒന്നാം സ്ഥാനത്ത് പറയാം. അപ്പൊ ഇതായിരുന്നു പിയർ ടു പിയർ എക്സ്ചേഞ്ചുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഇത് പിയർ ടു പിയർ ബേസിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. വസീറിക്സ് ഒക്കെ ഒരു മോഡറേറ്ററിന്റെ ലെവലിൽ മാത്രം നിൽക്കുന്നു എന്നേ ഉള്ളൂ. അടുത്തത് 4ാമത്തെ ടൈപ്പ് എക്സ്ചേഞ്ചാണ്. അതായത് ഇൻസ്റ്റന്റ് സ്വാപ്പ് എക്സ്ചേഞ്ചുകൾ എന്ന് പറയും. സ്വാപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, പകരത്തിന് പകരം നൽകുക എന്നാണ് എൻ്റെ അർത്ഥം. അതായത് ഒരു ബിറ്റ് കോയിൻ കൊടുത്തിട്ട് അതിന് തത്തുല്യമായ അല്ലെങ്കിൽ 0.1 ബിറ്റ് കോയിൻ കൊടുത്തിട്ട് അതിന് തത്തുല്യമായ തരത്തിലുള്ള മറ്റൊരു ക്രിപ്റ്റോ കറൻസി പകരമായി മേടിക്കുക. അതിനെയാണ് സ്വാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന എക്സ്ചേഞ്ചുകളാണ് ഈ സ്വാപ്പ് എക്സ്ചേഞ്ചുകൾ. ഇത്തരത്തിലുള്ള എക്സ്ചേഞ്ചുകൾക്ക് കുറച്ച് എക്സ്ചേഞ്ച് ഫീസ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അതിന് നല്ലൊരു എക്സാമ്പിൾ ഷേപ്പ് ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു എക്സ്ചേഞ്ച് ഉണ്ട്. അതുപോലെ ഷാങ്കലി എന്ന് പറഞ്ഞിട്ട് വേറൊരു എക്സ്ചേഞ്ച് ഉണ്ട്. ഇനി 5ാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഹൈബ്രിഡ് എക്സ്ചേഞ്ചുകളാണ്. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ തന്നെ ആ വാക്കിൽ തന്നെ ഉണ്ട്, അതായത് എല്ലാം കൂടെ കൂടിച്ചേർന്ന് സെൻട്രലൈസ്ഡിന്റെയും ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളുടെയും പ്രത്യേകതകൾ കൂടിച്ചേർന്ന ഒരു എക്സ്ചേഞ്ചാണ് ഹൈബ്രിഡ് എക്സ്ചേഞ്ചുകൾ. അപ്പോൾ അതായത് സെൻട്രലൈസ്ഡിന്റെയും ഡീസെൻട്രലൈസ്ഡിന്റെയും ഉപകാരപ്രദമായ കാര്യങ്ങൾ ചേർത്ത് വെച്ചിട്ടുള്ള എക്സ്ചേഞ്ചുകളാണ് ഹൈബ്രിഡ് എക്സ്ചേഞ്ചുകൾ. അപ്പോൾ അത്രയുമായിരുന്നു പ്ലാറ്റ്ഫോം ബേസ്ഡ് എക്സ്ചേഞ്ചുകൾ. ഇനി നിങ്ങൾ എടുക്കേണ്ട കുറച്ച് മുൻകരുതലുകളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ക്രിപ്റ്റോസ് അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസീസ് ഹോൾഡ് ചെയ്യാൻ ആഗ്രഹിക്കണം. നിങ്ങളെ ട്രേഡ് ചെയ്ത് ഉണ്ടാക്കുന്ന കാശ് അല്ലെങ്കിൽ വാങ്ങിക്കുന്ന ക്രിപ്റ്റോ കറൻസികൾ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് യാതൊരു കാരണവശാലും എക്സ്ചേഞ്ചുകൾ ഉപയോഗിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. കാര്യം പല എക്സ്ചേഞ്ചുകളും പലപ്പോഴും അപ്രത്യക്ഷമാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം 300-ലധികം എക്സ്ചേഞ്ചുകളുണ്ട് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പം അതിൽ പല എക്സ്ചേഞ്ചുകളും പണ്ടൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് മുങ്ങിപ്പോയ എക്സ്ചേഞ്ചുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ക്രിപ്റ്റോ കറൻസി മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ലോങ് ടൈമായിട്ട് വെക്കാനാണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ വാലറ്റിലേക്ക് പെട്ടെന്ന് തന്നെ മാറ്റിക്കളയുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അതിൽ തന്നെ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ ഒരു വാലറ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുക. അല്ലാതെ നിങ്ങൾ ഹോൾഡ് ചെയ്യാനാണ്, കൂടുതൽ നാളത്തേക്ക് നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങളത് സെക്യൂർ ആയിട്ടുള്ള ഒരു വാലറ്റിലേക്ക് നിങ്ങൾ മാറ്റേണ്ടതുണ്ട്. അതുപോലെ തന്നെ എക്സ്ചേഞ്ചുകൾ പലപ്പോഴും ഷട്ട് ഡൗൺ ആവാറുണ്ട്. നിങ്ങൾ പത്രങ്ങളെല്ലാം വായിക്കാറുണ്ട്. കാര്യം ഇതൊന്നും ആരുടെയും കൺട്രോളിലല്ല. ഈ എക്സ്ചേഞ്ചുകൾ ആരുടെയും കൺട്രോളിലല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഷട്ട് ഡൗൺ ആയി പോകാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്രിപ്റ്റോസ് അതിൽ സ്റ്റോർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാശ് നിങ്ങൾക്ക് നഷ്ടപ്പെടാം. ഇത് ഒരിക്കലും ഒരു ഗവൺമെന്റിന്റെ കൺട്രോളിലല്ല. ഒരു ഗ്ലോബൽ ആയിട്ടുള്ള എക്സ്ചേഞ്ച് ആയിരുന്നാലും ലോക്കൽ ആയിട്ടുള്ള എക്സ്ചേഞ്ച് ആയിരുന്നാലും ഇതൊരു ഗവൺമെന്റിന്റെ കൺട്രോളിലല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ ഇത് ഹാക്ക് ചെയ്യപ്പെടാം. ഹാക്ക് ചെയ്ത് നിങ്ങളുടെ കാശ് തന്നെ നഷ്ടപ്പെടാം എന്നുള്ളതാണ്. ഇത്രയും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരാനുള്ള ഒരു സംശയം ഉണ്ടാകും, ഒരു ചോദ്യം ഉണ്ടാകും. എനിക്ക് ക്രിപ്റ്റോ കറൻസി വാങ്ങിക്കാൻ ആഗ്രഹമുണ്ട്, ഏത് എക്സ്ചേഞ്ചിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഏത് എക്സ്ചേഞ്ചാണ് ഇന്ത്യയിൽ നിലവിൽ നല്ലതായിട്ടുള്ളത് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാകാം. ഞാൻ കുറച്ച് എക്സ്ചേഞ്ചുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, കുറേ എക്സ്ചേഞ്ചുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഞാൻ കുറച്ച് എക്സ്ചേഞ്ചുകൾ ഞാൻ പറഞ്ഞു തരാം, നല്ല എക്സ്ചേഞ്ചുകൾ ഏതാണെന്ന്. ഒന്നാമത് നമുക്കൊരു വസീറിക്സ് തന്നെ പറയാം. ഇതൊരു P2P എക്സ്ചേഞ്ചാണ്, ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. ഇപ്പോൾ ചെറിയ ചെറിയ തുകകൾക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് എക്സ്ചേഞ്ച് ചെയ്യാം. ഒരു 3000, 4000, 5000 രൂപയ്ക്കൊക്കെ നമുക്ക് കറൻസികൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വസീറിക്സ് മുഖാന്തരം നമുക്ക് വാങ്ങിച്ച് നിങ്ങൾ ഹോൾഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്റ്റോർ ചെയ്യുന്നത് മാത്രം ഒരു വാലറ്റിലേക്ക് സ്റ്റോർ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഉള്ളത് സെപ്പയാണ്. സെപ്പയും നല്ലൊരു എക്സ്ചേഞ്ചാണ്. കുട്ടികളിൽ വ്യത്യാസമുണ്ടാകും ഓരോരോ എക്സ്ചേഞ്ചുകളിലും. നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട് ഏത് എക്സ്ചേഞ്ചാണ് നല്ലതെന്നും ഏതിനാണ് എക്സ്ചേഞ്ച് റേറ്റ് കുറവെന്നും നോക്കിയിട്ട് വേണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. അതുപോലെ കോയിൻ സ്വിച്ച് കുബേറിനെ കുറിച്ച് ഞാനൊരു വീഡിയോയിൽ ചെയ്തിരുന്നു. കോയിൻ സ്വിച്ച് കുബേറും നല്ലത് തന്നെയാണ്. അതുപോലെ കോയിൻ DCX ഉണ്ട്. നമുക്ക് വസീറിക്സിലോ കോയിൻ സ്വിച്ചിലോ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അതുവഴി ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൽ ജോയിൻ ചെയ്യേണ്ട വീഡിയോസും ഞാൻ ഇതിൻ്റെ താഴെ കൊടുത്തിരിക്കാം. അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ കോയിൻ സ്വിച്ച് കുബേറിലും നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൽ എങ്ങനെയാണ് പൂർണ്ണമായി അക്കൗണ്ട് എടുക്കാൻ കഴിയുക എന്നുള്ള വിശദമായിട്ടുള്ള രൂപം ഞാൻ ഒരു വീഡിയോയുടെ രൂപത്തിൽ ഇട്ടിട്ടുണ്ട്. അതും ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ ഗിയോട്ടസ് എന്ന് പറഞ്ഞൊരു പഴയ ഒരു കമ്പനി ഉണ്ട്. അതും നല്ലൊരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള
കമ്പനിയാണ്. അതുപോലെ BitBNS ഉണ്ട്, അതും നല്ലൊരു കമ്പനി തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് കുറച്ച് നല്ല എക്സ്ചേഞ്ചുകൾ ഇന്ന് ഇന്ത്യയിൽ ഓപ്പറേറ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ ഏത് എക്സ്ചേഞ്ചുകൾ തന്നെ ആയിരുന്നാലും നിങ്ങൾ എക്സ്ചേഞ്ചുകൾ നമുക്ക് ക്രിപ്റ്റോസ് മേടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലെങ്കിൽ മേടിക്കാൻ വേണ്ടി മാത്രമാണ്. അതിലൊരിക്കലും ഹോൾഡ് ചെയ്യാതിരിക്കുക. നമുക്ക് നല്ലൊരു ട്രസ്റ്റി ആയിട്ടുള്ള ഒരു നല്ലൊരു വാലറ്റിലേക്ക് നമുക്ക് നമ്മുടെ ലോങ് ടൈമിൽ ഹോൾഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ മാറ്റി വെക്കേണ്ടതാണ്. അപ്പോൾ എന്തൊക്കെയാണ് വാലറ്റ്സ് നല്ല വാലറ്റ്സ് ഏതൊക്കെയാണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതായിരുന്നു എക്സ്ചേഞ്ചുകളെ കുറിച്ചുള്ള വീഡിയോ. എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും. തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.